ഇന്നൊരു ഈവനിങ് റെസിപ്പി ആയാലോ? പാൽക്കോവ. പാൽക്കോവക്ക് വേണ്ടത് 2 കപ്പ് ആട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൈദയോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1 കപ്പ് സൂചി റവ. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് റവ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് മധുരം, പഞ്ചസാര. 1 കപ്പ് പഞ്ചസാര, അത് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ 1 കപ്പ് പാൽപ്പൊടി. പാൽ യൂസ് ചെയ്യുന്നവർ പാൽ യൂസ് ചെയ്യാം, അല്ലാത്തവർ പാൽപ്പൊടി യൂസ് ചെയ്യുക. 1 കപ്പ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ആ ഒരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടാകുമ്പം കുറച്ച് നല്ല മിക്സ് ചെയ്ത് നല്ല പൗഡറിലൊന്നും നല്ല ജോയിൻ നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് സ്റ്റിർ ചെയ്ത് അത് നമ്മുടെ മാവ്, ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് അത് അവിടെ കീപ്പ് ചെയ്യുക, അവിടെ വെക്കുക. അവിടെ നിന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എണ്ണയിൽ ഒഴിച്ച് നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണയില്ലാതെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കൺസിസ്റ്റൻസീൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ കുറച്ച് നല്ല കട്ടിക്കുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇത് പൊന്തി വരത്തില്ല. നമ്മുടെ പപ്പടമോ മറ്റേ പത്തിരിയൊക്കെ പൊന്തുന്ന മാതിരി പൊന്തി വരത്തില്ല. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു സ്നാക്കായിട്ടൊക്കെ, വല്ല ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് പാൽക്കോവ.